ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് ദേവയാനി തിരിച്ചെത്തുമ്പോഴേക്കും നയനെ അവിടെ ഇല്ല കേട്ടോ. നയനയെ നന്ദാവനത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കനക. കനക പറയുന്നുണ്ട്, ഈ സർജറിക്ക് ശേഷം ഞങ്ങൾ നയനമോളെ അങ്ങോട്ട് കൊണ്ടുപോകും, അവൾ അവിടെ നിൽക്കട്ടെ, ഇനി എന്ന് ദേവയാനി വിളിക്കുന്നു അപ്പോഴേ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്ന രേവതിക്ക് ഒരു മുട്ടം പണിയന് കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ദേവയാനി തിരിച്ചെത്തുകയാണ്. ദേവയാനി തിരിച്ചെത്തുമ്പോൾ തന്നെ എല്ലാവരും ഓടിക്കൂടുന്നുണ്ട് കേട്ടോ. രേവതിയും അനാമികയും മുമ്പിൽ തന്നെയുണ്ട്. അനാമികയാണെ പറയുന്നുണ്ട്, വെല്ലുമ്മയ്ക്ക് വേണ്ടി ഞാൻ സകലതും തരാൻ തയ്യാറായിരുന്നു, ബ്ലഡും അതുപോലെ തന്നെ ലിവറും ഒക്കെ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല, വേറെ ആരോ നൽകി. അതുകൊണ്ട് ഞാൻ വെല്ലുമ്മയ്ക്ക് വേണ്ടി ഇവിടെ വാഴ്പാടുകളും പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങ് കഴിച്ചു കൂട്ടുമായിരുന്നു. ഇന്നും ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ രേവതിയും പറയാം, ശരിയാ മോള് പിന്നെ ശരിക്കും ഭക്ഷണം പോലും കഴിക്കാറില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ദേവയാനി ഒന്നും മിണ്ടുന്നില്ല ആ സമയത്ത്. അപ്പോഴേക്കും നയനെ എവിടെയെന്ന് ദേവയാനി നോക്കുമ്പോഴേക്കും രേവതി പറയാണ്, അവളുടെ വീട്ടിൽ പോയിരിക്കുകയാണ് സുഖിക്കാൻ എന്ന് പറയുമ്പോൾ ദേവയാനി പറയാം, അത് നന്നായി, അവളിവിടെ ഇല്ലാത്തത് നന്നായി, അവളുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും എന്നൊക്കെ പറയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം ദേവയാനി അകത്തേക്ക് കയറിപ്പോവാണ്. ഈ സമയം ജലജയും രേവതിയും അനാമികയും കൂടെ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ഈ അവസരം മുതലാക്കിയിട്ട് നയനെ ഇവിടുന്ന് ഓടിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ ജലജ പറയാണ്, ഇതൊരവസരമാണ്, അത് വിലക്കെടുക്കണം. കാരണം എന്താന്ന് വെച്ചാൽ ഏടത്തി വന്നിട്ടുണ്ട്. ഏടത്തിക്ക് ഇപ്പോൾ അവളോട് നല്ല ദേഷ്യമാണ്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞായിരുന്നു, വന്ന ഉടനെ തന്നെ അവളുടെ ചേച്ചിയെ ഇവിടുന്ന് അടിച്ചിറക്കുമെന്ന്. എൻ്റെ മരുമകളുണ്ടല്ലോ, അവൾ അപാര സാധനമാണ്, അവളെങ്ങനെയും ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ രേവതി പറയാണ്, ശരിയാ, അന്ന് ദേവേടത്തി പറഞ്ഞതാ, ഈ വീട്ടിൽ വന്നു കഴിയുമ്പം ഇവളുമാരെ രണ്ടിനെ ഇവിടുന്ന് അടിച്ചോടിക്കാന്ന്. അപ്പം അനാമികയും പറയാണ്, വല്യമ്മയെ ഒന്ന് മൂപ്പിച്ചാൽ മതി, ആ കാര്യം അങ്ങ് ഈസി ആയിട്ട് നടക്കും. നയനെ വല്യമ്മയ്ക്ക് കാണാനേ മേല, പിന്നെ നവ്യ, അവളെ പാർപ്പിക്കണം. ചേട്ടത്തി അനിയത്തി ഇവിടെ വേണ്ട. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈകളിലൊക്കെ കാര്യങ്ങൾ അങ്ങ് കഴിയും. അപ്പം ജലജയം പറയാണ്, എൻ്റെ മരുമോളുണ്ടല്ലോ, അവളൊന്ന് പോയി കിട്ടിയാൽ തന്നെ എനിക്ക് സമാധാനമാവും. നയന, അവളും കൂടെ പോയാൽ നമ്മുടെ കാര്യം ഓക്കെ ആകും എന്ന് പറയാണ്. അതിനായിട്ടേ നമുക്ക് ഏടത്തിയെ വലവീശി പിടിക്കണം എന്നിങ്ങനെ പറഞ്ഞ് ഇവരെല്ലാം പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അതേസമയം ആദർശാണെങ്കിൽ ദേവയാനിയുടെ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് ദേവയാനിയോട് പറയണം, അമ്മേ ഇപ്പോൾ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, കുഴപ്പമില്ല മോനെ, ഇപ്പം നല്ല ആശ്വാസമുണ്ട്. പിന്നെ നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ നയന, അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതിലും ഭയങ്കര ആശ്വാസമാണ്. അപ്പോൾ ഉടനെ ആദർശ് പറയാണ്, അമ്മ ഇപ്പോഴും നയനെ വെറുക്കുകയാണോ? പിന്നെ അല്ലാതെ ഞാനെന്തിനാണ് അവളെ സ്നേഹിക്കുന്നത്? സ്നേഹിക്കാൻ പറ്റുന്ന എന്ത് കാര്യമാണ് അവൾ ചെയ്തത്? അപ്പോൾ ആദർശ് പറയാം, അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാകും വഴിയേ. നയനെ അമ്മ വെറുക്കരുത്. ഇനിയും നയനയോട് അമ്മ ഒരു ദ്രോഹം ചെയ്യരുത്, അത് ദൈവം പോലും പൊറുക്കില്ല കേട്ടോ. വേണ്ട, ആരും പൊറുക്കണ്ട എന്നോട്. പക്ഷെ അവളെ സ്നേഹിക്കാൻ മാത്രം എന്നോട് പറയരുത്. ദയവേത് അവളെ ഇനി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരരുത് നീ എന്ന് പറയുമ്പോൾ ആദർശ് പറയാം, അതെങ്ങനെയാണ് ശരിയാവുന്നത്? അമ്മ നയനയെ സ്നേഹിക്കണം, അതാണ് നയനയുടെ വീട്ടുകാരുടെ ആവശ്യം. അമ്മ എന്ന് സ്നേഹിക്കുന്നോ അന്നേ ഇനി നയന ഇങ്ങോട്ട് വരുവുള്ളൂ എന്നാണ് പറഞ്ഞത്. നന്നായി, അവൾ ഇനി ഇങ്ങോട്ട് വരികയില്ലല്ലോ, അത്രയും സന്തോഷം. അപ്പോൾ ആദർശ് പറയണം, അമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ലല്ലേ ഇത്രയൊക്കെ ആയിട്ടും. ആദർശ്, നീ ഈ കാര്യം എൻ്റെ മുന്നിൽ നിന്ന് പറയരുത്, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആദർശ് ഭയങ്കര വിഷമാവുകയാണ് കേട്ടോ. ആദർശ് അതിനുശേഷം നയനയെ വിളിക്കുകയാണ്. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, നയനെ, നിനക്കവിടെ എങ്ങനെയുണ്ട്? നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നയന പറയാം, ആദർശേട്ടാ കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, അമ്മ ഇപ്പോൾ എന്ത് പറയുന്നു എന്നെപ്പറ്റി? അപ്പോൾ പറയണം, അമ്മയ്ക്ക് ഒരു മാറ്റമില്ല, അമ്മയ്ക്ക് ഇപ്പോഴും നിന്നോട് വെറുപ്പ് തന്നെയാണ്. ഇനി അമ്മ സ്നേഹിച്ച് വിളിച്ചിട്ടൊന്നും വരാൻ നീ നിൽക്കണ്ട, അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോഴേക്കും ഉടനെ നയന പറയാണ്, ഇല്ല, അമ്മ സ്നേഹിക്കും, അമ്മ സ്നേഹത്തോടെ എന്നെ വിളിക്കും, അതിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അതിനിപ്പോൾ അധികം താമസമൊന്നും ഉണ്ടാവില്ല ആദർശേട്ടാ എന്ന് പറയുകയാണ്. ശരി എന്ന് പറഞ്ഞ് ആദർശ് ഫോൺ വയ്ക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ അനി വന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ, നയനേടത്തി അങ്ങ് പോയല്ലേ,
ആദർശേട്ടൻ ഇപ്പോൾ ഒറ്റപ്പെട്ടു. ആദർശേട്ടൻ്റെ മുഖം കാണുമ്പോഴേ അറിയാം വല്ലാത്തൊരു വിഷമമുണ്ട് എന്ന്. നയനേച്ചി ആയിരുന്നല്ലോ ആദർശേട്ടൻ്റെ എല്ലാ കാര്യത്തിനും ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ശൂന്യത തോന്നുന്നുണ്ടല്ലേ ജീവിതത്തിൽ. അപ്പോൾ ആദർശ് പറയാണ്, ശരിയാ നീ, ഞാൻ ഒരുപാട് അവളെ വിഷമിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് നാൾ അവളുമായി വെറുത്തിട്ടുണ്ട്. പക്ഷേ ദേ ഇപ്പോൾ അവളില്ലാതെ എനിക്ക് ഒരു നിമിഷം ജീവിക്കാൻ മേലാത്ത അവസ്ഥയായി. അവളിപ്പോൾ കുറച്ച് ദിവസം മാറി നിന്നപ്പോഴാണ് അത് ഞാൻ അറിയുന്നത് എന്ന് ആദർശ് പറയുമ്പോൾ അനി പറയാണ്, ഏട്ടന് നയനേടത്തിയെ മനസ്സിലായല്ലോ, അത് തന്നെ വലിയ കാര്യം. ആദ്യം മുതലേ ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞതല്ലേ, അന്നൊന്നും ഏട്ടൻ ഇത് മനസ്സിലാക്കിയില്ല. പക്ഷേ ഇപ്പം നയനേടത്തി ഏട്ടൻ മനസ്സിലാക്കി സ്നേഹിക്കാൻ തുടങ്ങി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വല്യമ്മ കൂടി ഇനി അങ്ങനെ നയനേടത്തിയെ മനസ്സിലാക്കി സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം ഭയങ്കര സന്തോഷമാവും. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ആദർശേട്ടാ. അപ്പോൾ ആദർശ് പറയണേ, നിൻ്റെ ജീവിതമോ? നീയും അനാമികയും തമ്മിൽ അത്ര നല്ല സ്വരച്ചേർച്ചയിലല്ലല്ലോ പോകുന്നത്. അപ്പോൾ അനി പറയാം, ആ കാര്യമൊന്നും ആദർശേട്ടൻ പറയണ്ട. അനാമികയെ ഒരിക്കലും നേരെയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളും അവളുടെ അമ്മയും കൂടി ഒപ്പിച്ചു വയ്ക്കുന്ന എന്തൊക്കെയാണെന്ന് പോലും അറിയില്ല. കുശുമ്പും അസൂയയും മാത്രമേ ഉള്ളൂ അവൾക്കും അവളുടെ അമ്മയ്ക്കും. ഈ കുടുംബത്തിലുള്ളവരോടും പ്രത്യേകിച്ച് നയനേച്ചിയിടും അവൾക്ക് ഭയങ്കര കുശുമ്പാണ്. നന്ദുവും ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞത് കാരണം നന്ദുവിനെ എവിടെ വെച്ച് കണ്ടാലും അവൾ ചീത്ത പറയാണ്. ഒരു ദിവസം പോലും എനിക്ക് സമാധാനവും സ്വസ്ഥതയും തരുന്നില്ല. എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല ആദർശേട്ടാ എന്നൊക്കെ പറയാണ് കേട്ടോ അനി. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട അനി, എല്ലാം ശരിയാകും, എല്ലാം ശരിയാകും, നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നിൻ്റെ ജീവിതം വരും. ഇപ്പം എൻ്റെ കാര്യം തന്നെ നീ കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അത് കഴിയുമ്പോൾ മുത്തശ്ശനോട് ആദർശ് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പോഴും നയനയോട് ദേഷ്യമാണ് മുത്തശ്ശ. നയനയെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പം ഇല്ല, അവളെ ഒരിക്കലും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നില്ല എന്ന് അമ്മ പറയുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, അതൊക്കെ മാറും ആദർശേ, എല്ലാം മനസ്സിലാക്കുന്ന ഒരു സമയം വരും ദേവയാനി. ഞാൻ പറയാം അവളോട് നയന മോളെ ഉടനെ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്ന്. അവളെ വിളിക്കാൻ ഞാൻ ദേവയാനിയോട് പറയാം. വേണ്ട മുത്തശ്ശൻ പറഞ്ഞാലൊന്നും അമ്മ സമ്മതിക്കില്ല. അങ്ങനൊരു കാര്യം മുത്തശ്ശനായിട്ട് പറയണ്ടെന്ന് പറയാം. ഇല്ല, ഞാൻ പറയും, നയന മോളാണ് ഈ കുടുംബത്തിൻ്റെ വിളക്ക്, അതുകൊണ്ട് അവളെ ഉടനെ തന്നെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് മുത്തശ്ശൻ പറയാണ്. അങ്ങനെ എല്ലാവരും കൂടെ നിൽക്കുമ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ദേവയാനി നിൻ്റെ വിചാരം എന്താ? നയനമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനൊന്നും നീ തീരുമാനിച്ചിട്ടില്ലേ? അപ്പോൾ ദേവയാനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഉടനെ മുത്തശ്ശൻ പറയണം, നീ നയനമോളെ വിളിക്കണം, സ്നേഹത്തോടു കൂടി വിളിക്കണം, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അവളാണ് ഈ വീടിൻ്റെ ഐശ്വര്യം. അവളില്ലാഞ്ഞിട്ട് ഈ വീട് ഉറങ്ങിയതുപോലെ ആയിപ്പോയി. കുറേ മനുഷ്യരിങ്ങനെ ജീവിക്കുന്നതെന്നല്ലാതെ ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും ഉടനെ തന്നെ രേവതി പറയാണ്, ഹോ, അവളെ കൂട്ടിക്കൊണ്ട് വരാനോ? എൻ്റെ ദൈവമേ, ഇപ്പോൾ മനുഷ്യൻ ഒരു മനസമാധാനം അനുഭവിക്കുന്നുണ്ട്, അതും കൂടെ ഇല്ലാതാക്കാനോ? ദേവേടത്തി, ദേവി ഏത് നയനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരല്ലേ? അങ്ങനെ നയനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ ഞങ്ങൾ ഈ വീട്ടിൽ കാണുകയില്ല. ഞാനും അനാമിക മോളും ഇവിടുന്ന് പോകും. അവൾ ഇനി എന്ത് വിഷ കലക്കി തരുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ദേവേടത്തി, ദേവി ഏത് നയനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരരുത് എന്ന് പറയണം. അപ്പോഴേക്കും ഉടനെ അനാമികയും പറയാം, ശരിയാ വല്യമ്മേ, നയനെ വിളിച്ചുകൊണ്ട് വരാനാണോ വല്യമ്മയുടെ പ്ലാൻ? ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും വല്യമ്മയ്ക്ക് മനസ്സിലായില്ലേ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കാണെ അങ്ങനെ നിന്ന് തീരട്ടേന്നേ. അപ്പോൾ മുത്തശ്ശൻ അങ്ങ് ദേഷ്യം വരികയാണ്. മുത്തശ്ശൻ പറയാണ്, അനാമികയും രേവതി ഇക്കാര്യത്തിൽ ഇടപെടാൻ ആരാണെന്ന് വിചാരിച്ചത്? മരുമക്കളുടെ വീട്ടിൽ നിന്ന് വന്ന മരുമക്കളുടെ അമ്മമാരല്ല അനന്തപുരിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അനന്തപുരിയിലെ കാരണവരായ ഞാനും എൻ്റെ മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ്. മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന് നിൽക്കുന്ന രേവതി ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. നയനമോൾ ഇവിടെ വരണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനും ദേവയാനിയൊക്കെയാണ്, അല്ലാതെ രേവതിയും അനാമികയും ഒന്നുമല്ല. ഇനി ഒരു കാര്യം പറഞ്ഞേക്കാം, നയനമോൾ ഇവിടെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോകാം. ആരും തടഞ്ഞു നിർത്താൻ ഞങ്ങളാരും ഇല്ല. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടാമെന്ന് രേവതി അനാമികയെ ഓർക്കണ്ട എന്ന് പറയുമ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്